നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF, LDF എന്നീ മുന്നണികളെക്കാൾ വോട്ട് വിഹിതം BJPക്ക് ഉയർന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. LDFന്റെ വോട്ട് BJPയിലേക്ക് ചോർന്നു എന്ന് UDFും UDFന്റെ വോട്ട് BJPയിലേക്ക് ചോർന്നു എന്ന് LDFും പരസ്പരം പഴിചാരുമ്പോഴും BJPയിലേക്ക് വോട്ട് ഒഴുകി എന്ന് ഇരു മുന്നണികളും സമ്മതിക്കുകയാണ്. ഇരു മുന്നണികളും പരാജയത്തിന്റെ കാരണങ്ങൾ വിലയിരുത്തുന്നതിന്റെയും തെരഞ്ഞെടുപ്പ് വിശകലന യോഗങ്ങളുടെയും തിരക്കിലാണ്. BJP കേരളത്തിൽ ഒരു സീറ്റ് നേടിയതും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതും LDFനെയും UDFനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചില്ല എന്ന് പറഞ്ഞെങ്കിലും പാർട്ടി യോഗങ്ങളിൽ ഇത് പിണറായി വിരുദ്ധ വികാരം ശക്തമാവുകയാണ്. ഇടതുമുന്നണിയിലെ പാർട്ടി യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനമുയരുകയാണ്. CPM സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് CPI യോഗങ്ങളിലും സ്വന്തം മന്ത്രിമാർക്കെതിരെ ഉൾപ്പെടെ വിമർശനം ഉയരുന്നത്. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശനം. സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ ശൈലിയെയും അംഗങ്ങൾ രൂക്ഷമായി തന്നെ വിമർശിച്ചു. ഭരണവിരുദ്ധ തരംഗം തിരിച്ചടിയായെന്നും നവകേരള സദസ്സ് ഗുണം ചെയ്തില്ലെന്നുമാണ് യോഗത്തിലെ പൊതുവായ വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ ശൈലിയിലും സർക്കാരിന്റെ പ്രവർത്തനത്തിലും പാർട്ടിയുടെ നയസമീപനങ്ങളിലും ഉണ്ടായ പാളിച്ചകളിൽ ഊന്നിയായിരുന്നു സംസ്ഥാന സമിതിയിൽ പ്രതിനിധികൾ സംസാരിച്ചത്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും തോൽവിയുടെ കാരണങ്ങളിൽ ഒന്ന് ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വിരോധമാണെന്ന് ചില അംഗങ്ങൾ ചർച്ചയിൽ പറയുകയുണ്ടായി. CPIയിൽ ഉയർന്നതുപോലെ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ CPMലും വിമർശനമുണ്ടായി. കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന വിമർശനമുണ്ടെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു. നവകേരള സദസ്സ് വേണ്ടത്ര ഗുണം ചെയ്തില്ല എന്നാണ് MP ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. സംസ്ഥാന കമ്മിറ്റി നാളെ അവസാനിക്കും. സംസ്ഥാന കമ്മിറ്റി അവസാനിച്ചതിനു ശേഷമായിരിക്കും തെറ്റുതിരുത്തൽ രേഖ പാർട്ടി തയ്യാറാക്കുക. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ചില നേതാക്കന്മാർക്ക് നാക്കുപിഴ സംഭവിച്ചതും വലിയ ചർച്ചയായി. നേതാക്കന്മാരുടെ പേര് പറയാതെയായിരുന്നു ഈ പരാമർശം. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന രീതിയിലുള്ള LDF സർക്കാരിന്റെ പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പിലെ അതിദയനീയ പരാജയത്തിന് കാരണമെന്ന് CPI എറണാകുളം ജില്ലാ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി മാത്രമല്ല എല്ലാ മന്ത്രിമാരും തോൽവിക്ക് ഉത്തരവാദികളാണ്. വെളിയം ഭാർഗവന്റെയും CK ചന്ദ്രപ്പന്റെയും കാലത്ത് CPI ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരുമൽ ശക്തിയായി മാറിയെന്നും വിമർശനമുയർന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആർഭാടമായി നടത്തിയ നവകേരള സദസ്സ് അവമതിപ്പുണ്ടാക്കി. നവകേരള സദസ്സിനു വേണ്ടി ഭീഷണിപ്പെടുത്തിയുള്ള പണം പിരിച്ചു. DYFI നടത്തിയ രക്ഷാപ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കി. സർക്കാർ നൽകാനുള്ള 1500 കോടിയിൽ 500 കോടി രൂപ സപ്ലൈകോയ്ക്ക് നൽകിയിരുന്നുവെങ്കിൽ മാവേലി സ്റ്റോറുകൾ വാമന സ്റ്റോറുകൾ ആകുമായിരുന്നില്ല. LDFന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല. മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരും ഒന്നിനൊന്ന് കഴിവുകെട്ടവരാണ്. CPI മന്ത്രിമാരും യോഗത്തിൽ രൂക്ഷ വിമർശനം നേരിട്ടു.